സുഹൃത്തുക്കളെ, വരൂ നമുക്ക് ഒരു അത്ഭുത ലോകത്തേക്ക് പോകാം. ലോക സൗന്ദര്യം ഒന്നാകെ ഇതാ ഇവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. കളകളാരവം മുഴക്കുന്ന പുഴകളും അമ്പരചുംബികളായ പർവ്വതങ്ങളും മലകളും താഴ്വാരങ്ങളും നീരൊഴുക്കുകളും അങ്ങനെ പലതും ഒരേ നിൽപ്പിൽ കാണുവാനാകുന്ന മായക്കാഴ്ച. അതെ, അതാണ് പോസ്റ്റോനിയ ഗുഹ. 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്യൂക്ക നദി ഗതിമാറി ഒഴുകി സ്വയം സൃഷ്ടിച്ച അത്ഭുത ലോകം. 3.7 കിലോമീറ്റർ വരെ അടിപ്പാതയിലൂടെ ട്രെയിൻ യാത്ര, തുടർന്ന് 1.5 കിലോമീറ്റർ കാൽനട യാത്ര. സ്വർഗ്ഗലോകത്തിൻ്റെ നേർക്കാഴ്ച ഇവിടെ നേരിട്ട് അനുഭവിക്കാം. അത്ഭുത കഥകളിലെ മായാലോകങ്ങൾ മാറി മാറി ഒരുമിക്കുന്ന മഹാസംഗമം, ലോകത്തിലെ ആദ്യത്തെ ഗുഹ റെയിൽപാത, സങ്കല്പയാത്രകളെ യാഥാർത്ഥ്യമാക്കുന്ന ഇടം, അതാണ് പോസ്റ്റോനിയ ഗുഹ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടോർച്ച് ഉപയോഗിച്ചാണ് ഇവിടെ പ്രവേശിച്ചിരുന്നത്. 1857 മാർച്ച് 11 മുതൽ വിയന്ന റെയിൽവേ സ്ഥാപിച്ചു. 1872 ജൂൺ 16 മുതൽ ട്രെയിനിൽ ആളെ കയറ്റി തുടങ്ങി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഗുഹ ഇറ്റലിയുടെ ഭാഗമായി. 1923 റെയിൽവേ പുതുക്കി പണിയുകയും ദൂരം കൂട്ടുകയും ചെയ്തു. ആദ്യം മൈൻ ലോക്കോമോട്ടീവ് സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പിന്നെ അത് ഗ്യാസ് ലൈൻ പവേർഡ് സംവിധാനത്തിലേക്ക് മാറി. അതോടെ ഒരു തവണ 150 പേരെ വരെ കയറ്റുവാൻ കഴിഞ്ഞു. 1884 മുതൽ ഗുഹയ്ക്കുള്ളിൽ വൈദ്യുത ലൈറ്റുകൾ സ്ഥാപിച്ചു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് റഷ്യൻ തടവുകാരെ കൊണ്ട് ഇതിനകത്തൊരു പാലം നിർമ്മിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനി ഈ ഗുഹ പിടിച്ചെടുക്കുകയും 1000 ബാരൽ എയർക്രാഫ്റ്റ് ഫ്യൂവൽ ഇവിടെ സൂക്ഷിക്കുകയും ചെയ്തു. 1944 സ്ലൊവേനിയ ഈ ഫ്യൂവലുകൾക്ക് തീ കൊടുത്തു. 7 ദിവസം തുടർച്ചയായി ഗുഹ നിന്ന് കത്തി. പ്രവേശന കവാടം കരിവാളിക്കുകയും കുറേ ഭാഗം നശിക്കുകയും ചെയ്തു. 1945 ശേഷം ഇലക്ട്രിക് ലോക്കോമോട്ടീവ് സ്ഥാപിച്ചു. ഒരു വർഷം 1 മില്യൺ സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഈ ഗുഹയെപ്പറ്റി നിരവധി കഥകളുണ്ട്. പണ്ട് ഈ ഗുഹയുടെ ഉള്ളിൽ ഭീകരനായ ഒരു ഡ്രാഗൺ ജീവിച്ചിരുന്നു പോലും. ആളുകളെ അവൻ ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ശക്തമായ ഒഴുക്കിൽ പുഴ കരകവിഞ്ഞൊഴുകി ഡ്രാഗൺ ഒഴുകി കൊണ്ടുപോയി. എന്നാൽ ഒരു ചെറിയ നല്ല ഡ്രാഗൺ അവിടെ തന്നെ താമസിച്ചു. അവൻ്റെ പേര് ജാമി എന്നായിരുന്നു. അവന് കുട്ടികളുമായി കളിക്കാൻ ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ അവനെ കണ്ട് എല്ലാവരും പേടിച്ചു. അവൻ ഒറ്റയ്ക്ക് ജീവിച്ച് വിഷാദത്തിലായി. അങ്ങനെ ഇരിക്കെ ഒരു ചെറിയ വണ്ട് അവനെ കൂട്ടുകൂടി. ആ വണ്ട് അവനെ ഗുഹയിലെ മറ്റ് ചെറിയ ജീവികൾക്ക് പരിചയപ്പെടുത്തി. ജാമിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയതിൽ സന്തോഷമായി. ഒരു ദിവസം അവൻ്റെ കൂട്ടുകാർ ഒരു രഹസ്യം പറഞ്ഞു. ഗുഹയുടെ ഉള്ളിൽ വിലപിടിപ്പുള്ള മുത്തുകൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒരു ദുഷ്ടനായ ഗ്ലോബിൻ അത് മോഷ്ടിക്കാൻ വരുന്നുമുണ്ട്. ജാമി അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ജാമി ഉറങ്ങുമ്പോൾ വലിയ കൂർക്കമല്ലി പുറപ്പെടുവിക്കുമായിരുന്നു. ആ ശബ്ദം കേട്ട് ഗ്ലോബിൻ മുത്തുകൾ ഒളിപ്പിച്ച സ്ഥലത്തേക്ക് എത്തി. അവൻ കിട്ടിയ മുത്തുകളൊക്കെ എടുത്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ജാമിയുടെ കൂട്ടുകാരനായ വണ്ട് ഓടി വന്ന് ജാമിയെ വിളിച്ചുണർത്തി. ജാമി ഉണർന്നു നോക്കുമ്പോൾ ഗ്ലോബിൻ മുത്തുകളുമായി പോകുന്നത് കണ്ടു. ജാമി അവനെ പിടിക്കാൻ ഓടിച്ചെന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു പോരാട്ടം നടന്നു. ഒടുവിൽ ജാമി ഗ്ലോബിനെ തോൽപ്പിച്ച് മുത്തുകൾ തിരികെ കൊണ്ടുവന്നു. അന്നു മുതൽ ജാമി ഗുഹയിലെ മറ്റ് ജീവികളുടെയും മുത്തുകളുടെയും കാവൽക്കാരനായി മാറി. ഈ കഥ കൂടാതെ പോസ്റ്റോനിയ ഗുഹയിൽ ബേബി ഡ്രാഗൺസ് എന്ന് വിളിക്കുന്ന ഒരു തരം ജീവിയെക്കുറിച്ചും ചില കഥകളുണ്ട്. ഈ ഗുഹയുടെ ആഴങ്ങളിൽ ഒരു നിഗൂഢമായ തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ വെളുത്ത നിറത്തിലുള്ള ചെറിയ ജീവികൾ നീന്തി നടക്കുന്നത് ആളുകൾ കണ്ടു. അവയ്ക്ക് പാമ്പിൻ്റെ ശരീരം പോലെ നീണ്ട രൂപവും ചെറിയ കാലുകളും ചുവന്ന കണ്ണുകളും ഉണ്ടായിരുന്നു. അവ ശരിക്കും ചെറിയ ഡ്രാഗണുകളെ പോലെ തന്നെ തോന്നിപ്പിച്ചു. അങ്ങനെ ആളുകൾ വിശ്വസിച്ചു ഈ ഗുഹയുടെ അടിയിൽ ഡ്രാഗൺ മുട്ടയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇവ എന്ന്. അതുകൊണ്ടാണ് അവയ്ക്ക് ബേബി ഡ്രാഗൺസ് എന്ന് പേര് വന്നത്. കാലക്രമേണ ശാസ്ത്രജ്ഞർ ഈ ജീവികളെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. അവർ കണ്ടെത്തി ഈ ബേബി ഡ്രാഗൺസ് ശരിക്കും ഉഭയജീവികളാണ്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ളവർ. അവയുടെ ശരിക്കുള്ള പേര് വോൽംസ് എന്നാണ്. ഈ വോൽംസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവയ്ക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. കാരണം അവ എപ്പോഴും ഇരുട്ടുള്ള ഗുഹകളിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവയുടെ ഘ്രാണശക്തിയും കേൾവിശക്തിയും വളരെ കൂടുതലാണ്. അതുപോലെ അവയ്ക്ക് ഭക്ഷണം കിട്ടാതെ ഒരുപാട് കാലം ജീവിക്കുവാനും കഴിയും, ചിലപ്പോൾ 10 വർഷം വരെ. ഇതുകൂടാതെ ഈ വോൽംസ് വളരെ സാവധാനമാണ് വളരുന്നത്. അവയ്ക്ക് പ്രത്യുൽപാദന ശേഷി എത്താൻ പോലും 15 വർഷം വരെ എടുക്കും. അവ ഏകദേശം 100 വർഷം വരെ ജീവിച്ചിരിക്കുമെന്നും പറയപ്പെടുന്നു. അപ്പോൾ കേട്ടില്ലേ, പോസ്റ്റോനിയ ഗുഹയിലെ ബേബി ഡ്രാഗൺസ് ശരിക്കും അത്ഭുതകരമായ ജീവികളാണ്. അവ ഡ്രാഗണുകളെ പോലെ തോന്നുമെങ്കിലും അവ ഈ ഭൂമിയിലെ വളരെ പ്രത്യേകതകളുള്ള ഒരു തരം ഉഭയജീവി മാത്രമാണ്. ഈ ജീവിയുടെ രൂപം
സുവനീറായി ഇപ്പോഴും വിൽപ്പന നടത്താറുമുണ്ട്. അവയെ ഗുഹയിൽ നമുക്ക് കാണുവാനും കഴിയും. ലോകത്തിലെ ആദ്യ ഇരട്ട റെയിൽപാതയുള്ള ഗുഹയും പോസ്റ്റോനിയ തന്നെ. അങ്ങനെ ലോക സൗന്ദര്യം ഒന്നാകെ ഒത്തുചേരുന്ന സ്ലൊവേനിയയിലെ പോസ്റ്റോനിയ ഗുഹയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം. ഞാൻ ചന്ദ്രസേനൻ, പിതർമല.